കേന്ദ്രത്തിൻ്റെ കൊമേഴ്സ് മിനിസ്ട്രി അവരൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം കാരണം നമ്മൾ ഒത്തിരിയധികം ചെറുപ്പക്കാർ വിദേശത്തോട്ട് പോകുകയാണ്. കാനഡയിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, ജർമ്മനി പോകുന്നു, UK പോകുന്നു. അവരും ഈ വീഡിയോ കണ്ടിരിക്കണം എങ്ങനെയാണ് ഇന്ത്യയുടെ കുതിപ്പ്, ഇന്ത്യയുടെ വികസനം. അതായത് ഞാൻ അടിവരയിട്ട് പറയാം, കുറച്ച് വർഷങ്ങളോട് കഴിയുമ്പോൾ ഏകദേശം 5, 6 അല്ലെങ്കിൽ 7, 8 വർഷം കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പല യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലായിരിക്കും. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ 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 മുമ്പിലോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ സൂചനകളാണ് ഈ കൊമേഴ്സ് മിനിസ്റ്റർ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. അതായത് 2024 ഡിസംബറിൽ മാത്രം നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 3.8 ബില്യനാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷം 2023 ഡിസംബറിനെ അപേക്ഷിച്ച് ആ ഒരു മാസത്തെ അപേക്ഷിച്ച് ഏകദേശം 26% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സ്, പ്രധാനമായിട്ടും മൊബൈലാണ് ഈ സംഭവം, അതായത് വിവോ, സാംസങ്, ആപ്പിൾ, അങ്ങനെ ഹോപ്പ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഡിസംബറിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വിദേശ രാജ്യങ്ങളിൽ, അതായത് യൂറോപ്പ് ആണെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഈ ഡിസംബർ മാസമാണ് ക്രിസ്മസ്, അത് കഴിഞ്ഞ് ന്യൂ ഇയർ. അപ്പോൾ ഏറ്റവും കൂടുതലാണ് ആൾക്കാർ ഈ പർച്ചേസ് ചെയ്യുന്നത്, ഗിഫ്റ്റ് കൊടുക്കാനും അവരുടെ മൊബൈൽ മാറ്റുന്നതൊക്കെ ഡിസംബർ മാസം. കാരണം അവർക്ക് ബോണസും സംഭവമൊക്കെ കിട്ടും. ആ സമയത്താണ് ഇതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പ്രത്യേകിച്ച് മൊബൈലാണ് പ്രധാനമായിട്ടുള്ളത്, 3.8 ബില്യണിലോട്ട് കടന്നു. ഇനി അടുത്തൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എല്ലാ സെക്ടറിലോട്ട് പോകുന്നില്ല. അതായത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഇന്ത്യ കഴിഞ്ഞ 2023 റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അതായത് $27 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒരു വർഷം. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഏതൊക്കെ രാജ്യത്താണ് വാങ്ങിയിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് അമേരിക്ക, 35%. അത് കഴിഞ്ഞാൽ UK, ബ്രസീൽ, പിന്നെ സൗത്ത് ആഫ്രിക്ക. മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നുമല്ല ഇത് പറയുന്നത്. അമേരിക്കൻ പോലും ഇന്ത്യൻ ഫാർമ സെക്ടർ എത്രമാത്രം മുന്നിലോട്ട് പോയി അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ സോളാർ പാനൽ നേരത്തെ അമേരിക്ക വാങ്ങിയ ചൈനയിൽ നിന്നായിരുന്നു. ഇപ്പോൾ കാലിഫോർണിയയിൽ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടാണ് അവിടെ സോളാർ പാനൽസും ഈ സംഭവങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് പോവുകയാണ്. അതായത് പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ കണക്കുകളെടുത്ത് ഡേറ്റ വെച്ച് നോക്കി മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ മഹാരാജ്യം വല്ലാത്തൊരു എക്കണോമിക് കുതിപ്പിലോട്ട് പോവുകയാണ്. ചെറിയ കുറവ്, ഈ ഇൻഫ്ലേഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഈ എക്കോണമിയുടെ ഭാഗം മാത്രമാണ്. അതിനെ താറടിച്ച് കാണിക്കിട്ടേ യാതൊരു ആവശ്യമില്ല. ഒരു കാര്യം എടുത്ത് ഇന്ത്യയിലെ വിദേശ റിസർവ് കൊടുത്തു. ഇന്ത്യ ലോകമുള്ള എല്ലാ രാജ്യങ്ങളും ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങി. ഉറപ്പായിട്ടും അത് ചൈനയുമായിട്ട് അമേരിക്കൻ അവരുടെ ഇഷ്യൂ ഉണ്ട്, അത് മാറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ ചൈനയുമായിട്ട് ഡീലിങ്കിങ് സംഭവം ഷെങ്കൻ രാജ്യങ്ങളുമായിട്ട് അതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളല്ല അവരുടെ മാനുഫാക്ചറിങ് തേർഡ് പാർട്ടി സോഴ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇന്ത്യയിൽ വരും. അതായത് സെമി കണ്ടക്ടറാണ്. കാരണം ചൈനയോട് പല രാജ്യങ്ങൾക്കും വിശ്വാസം വളരെയധികം നഷ്ടപ്പെട്ടു. പല കാരണങ്ങളുള്ളൂ, ഒരു കാര്യം മാത്രമല്ല. ഒന്നാമത് കോവിഡ് സമയത്ത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർ ചിപ്പിനകത്ത് അത് വെക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, ഇത് റെക്കോർഡ് ചെയ്യുന്നു, ചാരപ്രവർത്തനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വരികയും അതേ തുടർന്ന് അമേരിക്ക കൊണ്ടുവന്നൊരു റെസ്ട്രിക്ഷനുണ്ട് ചൈനയ്ക്ക്. അതായത് ഇപ്പോൾ ട്രംപ് വന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിട്ട്, ചരിത്രത്തിലാദ്യമായിട്ട് ചൈനയുടെ വൈസ് പ്രസിഡൻറ്റ് അമേരിക്കയിൽ ട്രംപിൻ്റെ സോറിങ് സെറമണിക്ക് പങ്കെടുക്കാൻ പോവാം. ചരിത്രത്തിലാദ്യമായിട്ട്. എന്താണ് ഈ ചൈനയ്ക്ക് ഇത്രയും സംഭവം ഇപ്പോൾ ട്രംപിനോടും അമേരിക്കയോടും താല്പര്യത്തോടത്? ബേസിക്കലി ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് പ്രധാനപ്പെട്ട ഗ്ലോബൽ കമ്പനികൾ അവരുടെ ഔട്ട്സോഴ്സിങ്, അതായത് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക. ഇതാണ് ചൈനയ്ക്ക് ത്രെട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ചൈന പോയിരിക്കുന്നത്. ചൈനീസ് വൈസ് പ്രസിഡന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടക്കി ഡിസ്കഷന് വേണ്ടി പോയി. അതായത് ചൈനയ്ക്കൊരു പൊട്ടൻഷ്യൽ ഫാക്ട് ഇന്ത്യ ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊക്കെ പിടികിട്ടി.
ഇതാണ് എൻ്റെ പ്രധാന കാരണം. അപ്പം നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ എക്സാമ്പിൾ പറയാം, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. അതായത് 1996 ഞാൻ ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ അവിടെ ഡൽഹിയിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയോട്ട് നിങ്ങൾ കേട്ട് കാണും, ഓക്കല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ. അതായത് ജാമിയ യൂണിവേഴ്സിറ്റി ആയിട്ട് അടുത്താണ്. അതേപോലത്തെ എസ്കോട്ട് ഹോസ്പിറ്റൽ, അതിപ്പോൾ അതിൻ്റെ പേര് ഹോസ്റ്റൽ എന്ന ഫോർട്രസ് മറ്റൊരു പേര് മാറ്റി. അപ്പോൾ അതിനൊക്കെ അടുത്തായിട്ട് വലിയൊരു ഇൻഡസ്ട്രിയൽ ഒരു സെഗ്മെൻറ്റ് ആണ് ആ സ്ഥലം. പക്ഷെ ഞാനവിടെ ചെല്ലുന്ന സമയം 2005 വരെ, 2005 അല്ല 2015 വരെ എനിക്ക് കാണാൻ കഴിഞ്ഞു അവിടെയുള്ള അധികവും ഫാക്ടറികൾ എല്ലാം പൂട്ടി അങ്ങ് പോയി. ഇനി നേരെ ഫരീദാബാദിൽ അവിടെ ഇൻഡസ്ട്രിയൽ സംഭവം ഉണ്ടാക്കുന്നു, അവിടെ ഫാക്ടറികൾ കൂട്ടിപ്പോയി. ഇനി ഗാസിയാബാദ് നോക്കൂ, അവിടെ ഫാക്ടറികൾ കൂട്ടിപ്പോയി. ഗുരുഗ്രാം, അതായത് പഞ്ചാബ് ഇൻസർജൻസി വന്നു കഴിയുമ്പം അവിടെയുള്ള പല ഫാക്ടറികൾ ഈ പറയുന്ന ഗുരുഗ്രാമിലോട്ട് ഗുരുഗാവുന്നായി ആൾക്കാർ ഇപ്പം അത് ഗുരുഗ്രാം ആക്കി അങ്ങോട്ട് വന്നു, അതും ഒത്തിരി കൂട്ടിയൊക്കെ പോയി. എന്താ കാരണം? ഇന്ത്യൻ കമ്പനികൾക്ക് ചൈനീസ് കമ്പനികളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റാതെ. ഇതായിരുന്നു എൻ്റെ ഇഷ്യൂ. അതിൻ്റെ പേരിലാണ് ഈ കമ്പനികളെല്ലാം പൂട്ടിപ്പോയത്. അപ്പം ഇന്ത്യ വലിയ രീതിയിൽ ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രകീർത്തിക്കേണ്ടത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെ. ഒന്നാമത് നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ. ബിസിനസ് എന്താണ്, കച്ചവടം എന്താണെന്ന് ഈ നരേന്ദ്രമോദിക്ക് ശരിക്കും അറിയാം. കാരണം ഗുജറാത്തി ഈ ട്രംപിനെ കച്ചവടം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞോന്നില്ലേ, മോദിയെ കച്ചവടം പഠിപ്പിക്കരുത്, കച്ചവടം അറിയുക. അതാണ് ഗുജറാത്തിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് ശരിക്കുള്ളവരാണ് ഗുജറാത്തിയുടെ ബ്ലഡ് ചെയ്യുക. അതവർ ലോകക്കുഴുവനും കാണിച്ചിട്ടുണ്ട്. എന്താണ് മോദി കൊണ്ടുവന്ന പല സ്കീം, അതിനെയാണ് നമ്മൾ അംഗീകരിക്കുക. കാരണം ജിയോ പൊളിറ്റിക്സിലുണ്ടായ ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പല കമ്പനികളുടെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് മോദി കാണിച്ച ഏറ്റവും വലിയ നയം, അതായത് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതായത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ കമ്പനികൾക്ക് പ്രത്യേക സ്കീം അനുസരിച്ച് സബ്സിഡിയും പണവും അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇത് ബേസിക്കലി ഇന്ത്യൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു ബൂമുണ്ടായി. അതിൻ്റെ കണക്കുകളാണ് ഇപ്പം വരുന്നത്. മനസ്സിലാക്കുക. ഈ പണ്ട് ഈ പറയാത്ത ഓക്കലയിൽ അവിടെ സ്ഥലമില്ല, നേരത്തെ സ്ഥലമില്ലാതെ വന്ന് കഴിക്കപ്പോൾ UP, അതായത് ഓക്കലയുമായിട്ട് യവന കഴിഞ്ഞ അപ്പുറത്താണ് ഈ നോയിഡയുടെ ഫുട്ബോൾ എത്ര പേർക്ക് അറിയാം? നോയിഡയുടെ ഫുട്ബോൾ ഓക്കലയിൽ സ്ഥലമില്ലാതെ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നതിൻ്റെ പേരിൽ അതിനിട്ട സ്ഥലത്തിൻ്റെ പേരാണ് ന്യൂ ഓക്കല ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അതിൻ്റെ ഷോർട്ട് നെയിമാണ് നോയിഡ. അതൊക്കെ വലിയ വലിയ സംഭവമുണ്ട്. പിന്നെ ഗ്രേറ്റർ നോയിഡ ഉണ്ടായി. അതായത് അതായത് ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ഓക്കലയിലും ഈ ഫരീദാബാദിലും ഗാസിയാബാദിലും ഗുരുഗാവിലൊക്കെ പോയി കഴിഞ്ഞവേ എനിക്ക് പല സുഹൃത്തുക്കൾ. കാരണം ഞാൻ ഇത്രയും വർഷം ഡൽഹിയിൽ എനിക്ക് ഒത്തിരി ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് ബിസിനസ് ചെയ്യുന്നവരുടെ പരിചയമുണ്ട്. ഈ കമ്പനികളൊക്കെ തിരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ പൊല്യൂഷൻ്റെ കാര്യമുണ്ട്. ഈ ഡൽഹിയിൽ പല കമ്പനികളും മാറും. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഗ്രേറ്റർ നോയിഡ ആ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ പല ചെറുപ്പക്കാരും, അതായത് വൈകുന്നേരത്തെയൊക്കെ ഷിഫ്റ്റ്. അപ്പോൾ പല കമ്പനികൾ പല രീതിയിലാണ് ഷിഫ്റ്റ് ഇടുന്നത്. ചില കമ്പനികൾ ഇടുന്ന ഷിഫ്റ്റ് 4:30 കാരണം എല്ലാം കൂടെ ഒന്ന് റോഡ് മുഴുവൻ ബ്ലോക്കായി പോകും. കാരണം ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് കഴിഞ്ഞിട്ട് നോയിഡ ടു ഗ്രേറ്റർ നോയിഡ ടു ആഗ്ര, ആ എക്സ്പ്രസ് ഫ്രണ്ട് സൈഡിലുമായിട്ടാണ് ഈ ഫാക്ടറികളെല്ലാം വന്നിരിക്കുന്നത്. എന്താ സംഭവം? ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞ് 50,000 60,000 പേരാണ് ഇറങ്ങുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ഔട്ട്സോഴ്സിങ് ഓട്ടോമൊബൈലൊക്കെ സംഭവം. ഇപ്പം നിങ്ങൾ ആദ്യം ഓട്ടോമൊബൈൽ പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ ഓട്ടോമൊബൈൽ സെക്ടർ. ഇന്ത്യൻ മാനുഫാക്ചറിയുടെ കാറുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ കാർ ഇപ്പം മാരുതി സുസുക്കി, അതേപോലെ ഹോണ്ട, അതേപോലെ ഹീറോ ഹോണ്ട, പിന്നെ ഹോണ്ട ഈ മോട്ടോർ ബൈക്സ് ഇതൊക്കെ ആ ഡൽഹിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന സ്ഥലമാണ് നോയിഡ, അവിടെ ഈ ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് ഹരിയാനയിൽ. ഈ കമ്പനികളൊക്കെ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ 60% വരെ അക്സസറീസും സംഭവങ്ങളെല്ലാം ചൈന ഉണ്ടാക്കിയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് മനസ്സിലാക്കുക, അത് വെറും 20% മാറി. ഇന്ത്യയിലെ കമ്പനികളത് മാനുഫാക്ചർ ചെയ്യാമെന്നാണ്. അതേപോലെ ടയോട്ടയ്ക്കാണ്, അതൊരു ഫോറിൻ കമ്പനികൾ. ഇപ്പോൾ ഇന്ത്യയിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ലെങ്കിൽ അത് ചൈനയിലാണ് മാനുഫാക്ചർ ചെയ്തിരുന്നത് ആണ് നേരത്തെ ചെയ്ത് അവർ ഇന്ത്യയിലോട്ട് മാറ്റി. അപ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഹബ്ബായിട്ടൊക്കെ വന്നു ലോകത്തിൽ. മനസ്സിലാക്കുക, നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ കഴിയും നമ്മൾ ചൈനയെ പോലും വെട്ടാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ നയവും ട്രംപും നമുക്ക് യൂറോപ്പ് അനുകൂലമാണെങ്കിൽ
നമ്മൾ ചൈന ഉറപ്പായിട്ടും പറ്റും. കാരണം മാനുഫാക്ചറിങ് ചൈനയാണ് കൊടുക്കുന്ന മാനുഫാക്ചറിങ് ഇഞ്ചിൻ ലോകത്തിൻ്റെ അത് നമുക്ക് വെട്ടാൻ സാധിക്കും. അത് ചൈനീസ് എക്കോണമി പ്രതിഫലിക്കുന്നുണ്ട് ഈ സംഭവം. നിങ്ങൾ ലാസ്റ്റ് എക്കണോമിസ്റ്റ് വീക്കിരിക്കാൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് എക്കോണമി താഴെ പോയി. അതേപോലെ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല. കാരണം ചൈനയ്ക്ക് അപ്പോൾ അവിടെയാണ് ചൈന റീക്യാപിറ്റലൈസ് ചെയ്യാൻ തുടങ്ങിയ പല ബിസിനസ്സും. കാരണം അവിടെ ബിൽഡിങ് അപ്പാർട്ട്മെൻറ്റും ബിൽഡിങ്ങും മേടിക്കാൻ ആളില്ല. ചൈനീസ് ബാങ്കുകൾ തകരുന്നു. ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്തിൻ്റെ ആ വസ്പാട്ടോ ഉദച്ചിയാട്ടം മാറി. കാരണം ഇതെല്ലാം ഇന്ത്യയിലോട്ടും കുറച്ച് വിയറ്റ്നാമിലോട്ടും പോകാനുണ്ടായി. ഇപ്പം ഞാൻ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടുത്തെ ചില കോൺഗ്രസ്സുകാർക്ക് എന്നെ എതിർക്കുന്നവർ അവർക്ക് പറയുന്നത് ഞാൻ BJP ആണ്, അതായത് ഞാൻ സംഘിയാണ്, ക്രിസംഘിയാണ്. നിങ്ങളോട് പറഞ്ഞു തരേക്കാം എന്താണ് മോദി ഉദ്ദേശിക്കുന്ന ഇന്ത്യ, അതായത് എന്താണ് ഡബിൾ എഞ്ചിൻ സർക്കാർ. എങ്ങനെയാണ് മോദിയും യോഗിയുമായിട്ട് ചേർന്ന് ഈ UP എന്ന് പറയുന്നത് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന സംഭവത്തെ മാറ്റിയെടുത്ത് അതാണ് ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത്. മോദി നല്ല പോളിസി കൊണ്ടുവരുന്നുണ്ട്, അതായത് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് കൊണ്ടുവന്ന്. അപ്പം യോഗി എന്ത് ചെയ്തു? ഉത്തർപ്രദേശിൻ്റെ കയ്യിൽ ഗവൺമെൻറ് ആ സ്ഥലം ഈ പറയുന്ന കമ്പനികൾക്ക്, അതായത് രജിസ്ട്രേഷൻ ഫീസ് ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു കൂട്ടം സീനിയറായിട്ടുള്ള IAS ഒഫീഷ്യൽസിനെ IPS ഒഫീഷ്യൽസിനെ ടീമൊട്ടാക്കിയിട്ട് ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അവർക്ക് വേണ്ട എല്ലാ സാധനവും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ. കാരണം അവർക്ക് എവിടെയും പോകണ്ട, എല്ലാം അവരുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കാനുണ്ടായി. ഇതാണ് ഡബിൾ എഞ്ചിൻസ്, ഇതാണ് ഡെവലപ്പ്. ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രേറ്റർ നോയിഡ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പ്രസ് ഹൈവേ പോയി കാണാൻ സാധിക്കും. അതായത് ചെറുപ്പക്കാരുടെ ജോലി എത്രമാത്രമാണ് ജോലി ചെയ്യുന്നത്. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് വരെ ചെറുപ്പക്കാരാണ്. എല്ലാം ഈ +2 ഗ്രാജുവേഷൻ കഴിയാത്തവർ, എഞ്ചിനീയറിംഗ് തോറ്റവരൊക്കെയാണ് വരുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കാര്യമല്ല ഈ പറയുന്നത്, മനസ്സിലാക്കുക. ഇത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ആൾക്കാർക്കാണ്. അതായത് +2 കഴിയുന്നവരും ഗ്രാജുവേഷൻ കഴിയുന്നവരും ഗ്രാജുവേഷൻ ഇല്ലാത്തവർ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം. കാരണം അവർ പുതിയ ജനറേഷനാണ്, പുതിയ ഇന്ത്യയെ കാണുകയാണ്. അവിടെയാണ് നമ്മൾ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്കാണ് വരുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ അവൻ ആ ഫാക്ടറി പോയിട്ട് ഞാൻ ചോദിച്ചു ഇവരുടെയൊക്കെ സാലറി എത്ര എന്ന് ചോദിച്ചു. ഉണ്ടായ സംഭവം ഒരു പഞ്ചാബി ഹിന്ദു ആയിട്ടുള്ള ആൾ, എൻ്റെ പഴയ സുഹൃത്താണ്. ഇവർ നേരത്തെ പല ഫാക്ടറികളൊക്കെ ആയിട്ട് ഈ കാറിൻ്റെ ആക്സസറി മാരുതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. ഇപ്പം ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയും 2-3 ജാപ്പനീസ് കമ്പനികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അവന് അവിടെ കണ്ട് 2000 എംപ്ലോയീസ് ഉണ്ട്, വേറെ ഫാർമയായിട്ട് ബന്ധപ്പെട്ട് 2000 എംപ്ലോയീസ് ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് നീ പോയി അത് ചോദിക്കാം, ഞാൻ ഒന്നും പറയാം. അപ്പോൾ ഞാനത് എംപ്ലോയീസ് പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെയൊക്കെ പഴയ സ്റ്റാർട്ടിങ് സാലറി എനിക്കറിയാമായിരുന്നു. ഇതേപോലുള്ള ലേബർ ഇതേപോലുള്ള ക്ലാസിൻ്റെ സാലറി എത്ര ആവും? അതായത് മാക്സിമം മന്ത്ലി 10,000, 12,000, 15,000 മാക്സിമം 1-2 വർഷം കഴിഞ്ഞാൽ. ഇന്ന് ഒരു ചെറിയ 1 മാസത്തെ 2 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കയറുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അവിടെ സാലറി കൊടുക്കുന്നത് 25,000 മുതൽ 30,000 അവർക്ക് 2 വർഷം കഴിയുമ്പോൾ ഒക്കെ അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുന്നത് 40,000 റുപ്പീസാണ്. അതായത് 40,000 ടച്ച് ചെയ്യുന്നു അവർ. കാരണം ഇവർക്ക് ഈ എക്സ്പീരിയൻസ് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ, അതായത് ഒരു ഭാര്യയും ഭർത്താവ് 2 പേർ. കാരണം ഇപ്പോൾ അവിടെ ജോലിക്ക് ഇഷ്ടംപോലെ വേക്കൻസി ആവശ്യമുണ്ട്, ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. ആര് പോയി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുവാണ്. മനസ്സിലാക്കുക, ഭാര്യയും ഭർത്താവ് ഏകദേശം 80,000 രൂപ 70,000 സാലറി കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്. അതും ഞാൻ നോക്കി അവിടെ ഈ 10,000, 15,000 രൂപയ്ക്ക് അവർക്ക് 2 ബെഡ്റൂം കിട്ടുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുക ഇന്ത്യ എത്രമാത്രമാണ് ഇതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് മാറിയിട്ട് അവരുടെ സാലറി മാറുന്നു, അതേപോലെ അവരുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈല് മാറുന്നു. ഈ ഗ്രാമത്തിൽ നിന്ന് വന്നവരൊരു അർബൻ സാധനമായിട്ടങ്ങ് മാറി. ഇതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മോദിയെ പിന്തുണയ്ക്കുന്നത്. കാരണം വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇന്ത്യ ഒരു പുതിയ തലത്തിലോട്ട് നയിക്കുന്നത്. അപ്പം അത് ഞാനിത് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോദി ഫാനായത്. അതാണ് എൻ്റെ കാരണം നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇന്ത്യ മാറുന്നത്. അപ്പോഴാണ് ഞാൻ ഈ മലയാളികളോട് പറയുമ്പോൾ നിങ്ങൾ ഈ കാനഡയിൽ പോയിട്ട് അവിടെ ഞാൻ പല ആൾക്കാരും പറയുന്നത്, എൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പറയും ഞാൻ UK കണ്ടിട്ടുണ്ട്. ഇവരുടെ സ്ഥിതി ഇന്ത്യ എന്ന് പോകുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന ഇവരുടെ സ്ഥിതി ശരിയേ അല്ല.
നിങ്ങൾ എവിടെ കിടന്ന് പോയി അടിക്കാതെ അവരുടെ മാതാപിതാക്കളോടും പറയും. നിങ്ങളുടെ ലാൻഡ് മുഴുവനും മോൾഗേജ് ഉള്ള സ്ഥലം എല്ലാം കൊടുത്ത് കബളിക്ക് കേട്ട് റഷ്യയിൽ പോയി കൂലിപ്പട്ടാളത്തിൽ ചേരുന്നു, മറ്റു പലയിടത്തും പോകുന്നു, യൂറോപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതേപോലെ ഇന്ത്യൻ സിറ്റികൾ, അതേപോലെ പൂന, അതേപോലെ തന്നെ ഗുവാഹട്ടി, ആരും എപ്പോഴും ഇഗ്നോർ ചെയ്ത സിറ്റികളാണ്. അവിടെയൊക്കെ സെമി കണ്ടക്ടർ പ്ലാന്റുകളാണ് വരുന്നത്. ഇന്ത്യയിലെ പല സിറ്റികളും, നിങ്ങൾ കേരളത്തിൻ്റെ കാര്യം ഇഗ്നോർ ചെയ്യുക, കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പല സിറ്റികളിലും വൻ വികസനമാണ് നടക്കുന്നത്. ഇഷ്ടം പോലെ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഇത് നല്ല സാലറിയും കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു ബിസിനസ്സുകാരനാകാം. അതേപോലെ പല മലയാളികളും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് അവരോടും കൂടെ പറയാം, ഇന്ത്യൻ സിറ്റികൾ ഇന്ത്യയിൽ ഇതേപോലെ ബിസിനസ്സിന് വലിയ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തിരിക്കുക. കാരണം ഇത്ര ബില്യനാ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് എന്ന് പറയാൻ, നിങ്ങൾ അവിടെ ബ്രിട്ടനിൽ പോയി ബിസിനസ് ഫെയിലിയർ ആകുന്നു, ദുബായ് ബിസിനസ് ഫെയിലിയർ ആകുന്നു. കാരണം അവൻ്റെ എക്കോണമി മാറുന്നില്ല. അവർക്കൊക്കെ ഇന്ത്യൻ സിറ്റികളിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലാസ്റ്റായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കൻ സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കൻ കമ്പനികൾക്ക് UP സർക്കാർ 1500 ഏക്കർ കൊടുത്തിരി. അതായത് 3-4 വർഷം വരെ ഷിക്കാഗോയോ ന്യൂയോർക്കോ പോലെ ഒരു അമേരിക്കൻ സിറ്റി ഗ്രേറ്റർ നോയിഡയിൽ ഉണ്ടാകാൻ പോവുക. അതേപോലെ ജപ്പാൻ കമ്പനികൾ വാങ്ങിയിരിക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്നത് 500 ഏക്കറാണ് ജാപ്പനീസ് സിറ്റി പണിയാൻ വേണ്ടി. കൊറിയൻ കമ്പനിയും മേടിച്ചിട്ട് 700 ഏക്കറാണ് കൊറിയൻ സിറ്റി പണിയാൻ. അതായത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതൊക്കെ ഗൂഗിളിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്ത് പിന്നെ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ സിറ്റി മാറി, ഇന്ത്യയുടെ എക്കോണമി മാറി. ഇന്ത്യ വരാൻ പോകുന്ന വർഷങ്ങളിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ പുറകിലായി പോകും. ഇന്ത്യ മാറി. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മോദി ഗവൺമെൻറ്റിനെ പിന്താകുന്നത്.